വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പിനച്ച് ഡിഷാണ്. സ്പിനച്ചിന്റെ സബ്സിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നമുക്ക് കാണാം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് സ്പിനച്ച് കട്ട് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് പൊട്ടാറ്റോ ഞാൻ ഇങ്ങനെയാണ് ഡൈസ് ചെയ്തത്. ഒരു 4 പൊട്ടാറ്റോ ആണ് എടുത്തത്. അപ്പോൾ പൊട്ടാറ്റോ നിങ്ങൾക്ക് സ്പിനച്ച് എത്രയാണ് നിങ്ങൾ എടുത്തേക്കുന്നത് അതിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് പൊട്ടാറ്റോയുടെ റേഷ്യോ കൂട്ടാം കുറയ്ക്കാം. പിന്നെ ഞാൻ ഈ റെസിപ്പിയിൽ യൂസ് ചെയ്യാൻ പോണത് കുറച്ച് ഗാർലിക് ആണ്. ഞാൻ ഇവിടെ ഒരു 4 to 5 ഗാർലിക് സ്ലിറ്റ് ചെയ്തിട്ട് ആണ് കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് ടർമറിക് പൗഡർ ആണ്, സോൾട്ട് ടു ടേസ്റ്റ്, ആൻഡ് ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ പോണത് റാപ്സീഡ് ഓയിൽ ആണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണാം. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ about 2 to 3 tablespoon ഓഫ് റാപ്സീഡ് ഓയിൽ ആണ് ഇടാൻ പോണത്. ഹീറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഞാൻ ഇതിൽ ഗാർലിക് ഇടാൻ പോവാണ്. ഇത് ഗാർലിക് ചെറുതായിട്ട് ബ്രൗൺ ആവണ വരെ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഗാർലിക് ചെറുതായിട്ട് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഇനി ഇതിൽ പൊട്ടാറ്റോസ് ഇടാൻ പോവാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കാം. ഇത് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പൊട്ടാറ്റോസ് കുക്കാക്കാനായിട്ട് ഞാനിത് ലിഡിട്ട് അടിച്ചിട്ട് ഞാനിത് പൊട്ടാറ്റോ ആവണ വരെ ഇത് കുക്കായിട്ട് എടുക്കും. ഈ ഒരു സ്റ്റെപ്പില് ഫ്ലെയിം ലോ ആയിട്ട് വയ്ക്കുക. ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ലോ ഫ്ലെയിം ഹീറ്റിൽ പൊട്ടാറ്റോസ് നല്ലപോലെ കുക്കായിക്കോളും. അപ്പൊ നമുക്ക് പൊട്ടാറ്റോസ് കാണാം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പില് പൊട്ടാറ്റോസ് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പിനച്ച് കഴുകി കട്ട് ചെയ്തത് ഇടാം.
അപ്പം ഇനി ഞാൻ ഇടാൻ പോണത് ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറാണ്. ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സ്പിനച്ചിന്റെ ഉള്ളിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പിട്ട കാരണം വെള്ളം ഇതിലോട്ട് വന്നോളൂ. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു സ്പിനച്ച് റെസിപ്പിയിൽ പൊട്ടാറ്റോ ഇഷ്ടം ഇല്ലാത്ത ആൾക്കാർക്ക് ഈ പൊട്ടാറ്റോ ഇടുന്നത് അവോയ്ഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഗാർലിക് ഇടുന്നതും ആൻഡ് സ്പിനച്ച് ഇടുന്നത് ഫോളോ ചെയ്താൽ മതി. ഇനി ഞാൻ ലിഡ് ഇട്ടിട്ട് ഇത് അടിക്കാൻ പോവാ. ഫ്ലെയിം ലോയിലാണ് ഞാൻ വെച്ചേക്കണേ. ഇത് ഇടയ്ക്ക് ഞാൻ വന്ന് ചെക്ക് ചെയ്യും. അപ്പൊ സ്പിനച്ച് ഏതുവരെ ആയെന്നൊക്കെ നമുക്ക് കാണാം. സോ സ്പിനച്ചില് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കിടക്കാം. ഫ്ലെയിം എൻ്റെ ഇപ്പോഴും ലോയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഫ്ലെയിം ആ ഒരു ലോ ഫ്ലെയിമിൽ ആണ് ഇത് കുക്ക് ചെയ്യാൻ പോണേ. അപ്പൊ സ്പിനച്ച് കുക്ക് ആവുമ്പോഴേക്കും ഇതിന്റെ വോള്യൂം റിഡ്യൂസ് ആയി ആണ് വരുന്നത്. ഇതിൽ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ഉപ്പ് ഇട്ടതിന് ശേഷം സ്പിനച്ചില് വെള്ളം തന്നെ ഇറങ്ങണതാണ്. ഈ ഒരു സ്റ്റെപ്പിൽ വേണിച്ച് നിങ്ങൾക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിൽ കുറച്ച് കൂടുതൽ ഉപ്പ് ഇടാൻ പോവാണ്. ഉപ്പ് കുറവായി കാരണം ഉപ്പിട്ട് തരുക. ഇനി ഇത് നല്ലപോലെ ഇളക്കാം. അപ്പൊ നമ്മളുടെ പൊട്ടാറ്റോ ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൽ ലിഡ് വെക്കില്ല. ഇത് ഓപ്പൺ ആയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോണത്. സ്പിനച്ച് കുറച്ചുകൂടി കുക്കാവാനുണ്ട്. എന്നിട്ട് ഇത് ഓപ്പൺ ആയിട്ടാണ് ഞാൻ കുക്ക്
ചെയ്ത് സ്പിനച്ചിന്റെ വെള്ളം വറ്റിച്ചെടുക്കുന്നത്. സോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചീര ഇട്ടിട്ടും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും. പൊട്ടറ്റോ ഇഷ്ടം ഇല്ലാത്ത ആൾക്കാർക്ക് ചീര ഉണ്ടാക്കുമ്പോഴേക്കും ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യണതാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് റെസിപ്പിയാണ്. അപ്പൊ ഞാൻ ഈ സ്പിനച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് ഡ്രൈ ആവണ വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്പിനച്ച് ഡിഷ് അത്യാവശ്യമായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഗൈസ്, ഈ ഒരു സ്പിനച്ച് ഡിഷ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഭയങ്കര ഹെൽത്തിയാണ്. ഇത് റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല രസമുണ്ട്. ആൻഡ് ഇത് നിങ്ങൾക്ക് വെറും ചോറും കൂടെയും കഴിക്കാം. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കോമെന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറെ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോഴത്തേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. Take care. Ta-ra, bye-bye.